വെൽക്കം ബാക്ക് ഫാർമായിഷ്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. റേക്കി എന്ന ചികിത്സയും ചികിത്സാ രീതികളെ കുറിച്ചുള്ള ടോപ്പിക്കുമായാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. തിരുവനന്തപുരം ആറ്റിങ്ങൽ സാന്ത്വന ഹോമിയോപ്പതി ക്ലിനിക്കിലെ ചീഫ് കൺസൾട്ടന്റ് ആയ ഡോക്ടർ ദീപു രവി സാറാണ് ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കുന്നത്. സാറിനെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സർ. നമസ്കാരം. സർ, അധികം ആരും കേട്ടിട്ടില്ലാത്ത ഒരു പേരാണ് റേക്കി ചികിത്സ. അപ്പം സ്വാഭാവികമായും നമുക്ക് സംശയങ്ങൾ ഉണ്ടാവുമല്ലോ തുടക്കത്തിൽ എന്താണ്. അപ്പോൾ ഒരു തുടക്കം എന്ന് പറയാനായിട്ട് എന്തായിരിക്കാം? പൊതുധാരയിലധികം കേട്ടിട്ടില്ലാത്തൊരു ചികിത്സാ രീതിയാണ് റേക്കി ചികിത്സ. ശരിക്കും നമ്മുടെ ഫിസിക്കൽ ബോഡിയെ ജീവനോടെ നിലനിർത്തുന്നതും അതിന് ആരോഗ്യം നൽകുന്നതും എല്ലാം ഒരു പ്രാണശരീരമെന്നോ അല്ലെങ്കിൽ ഒരു വൈറ്റൽ ഫോഴ്സ് എന്നോ ഒരു ജീവശക്തിയോ എന്ന് പറയുന്ന ഒരു ശക്തിയാണ്. അപ്പോൾ അതിനെ നേരിട്ട് പ്രചോദിപ്പിക്കുന്ന ശക്തിപ്പെടുത്തുന്ന ഒരു ചികിത്സാ രീതിയാണ് റേക്കി ഹീലിംഗ്. ജപ്പാനിൽ പ്രാണശക്തി ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന ചികിത്സയെ പൊതുവായി പറയുന്ന പേരാണ് റേക്കി. ഇപ്പോൾ നമ്മുടെ ലൈഫ് തന്നെ ഒരു എനർജി ഷെയറിംഗ് ആണ്. ഇപ്പോൾ ഒരാളെ നമ്മൾ ആശ്വസിപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ മോട്ടിവേറ്റ് ചെയ്യുമ്പോൾ, ഇപ്പോൾ ഒരു മരണ ചടങ്ങിൽ ചെന്നിട്ട് നമ്മൾ അവരുടെ അടുത്തിരിക്കുമ്പോൾ ഒക്കെ അവരിലേക്കൊരു ഊർജ്ജം നമ്മൾ കൊടുക്കുക. അപ്പോൾ റേക്കി പരിശീലിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് നമുക്കൊരാൾക്ക് ഊർജ്ജത്തെ നൽകി അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റും. ഫിസിക്കലി, മെൻ്റലി, സ്പിരിച്വലി അതിന് പറ്റുന്ന ഏറ്റവും എഫക്റ്റീവായ ഒരു ചികിത്സാ രീതി എന്ന് തന്നെ ഇതിനെ പറയും. സർ, റേക്കി ചികിത്സയുടെ ഉത്ഭവം ജപ്പാനിലാണെന്ന് പറഞ്ഞു. അതിന്റെ ബാക്ക് സ്റ്റോറി ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ പറയാനായിട്ട്? ശരിക്കും മഹായാന ബുദ്ധ സംസ്കാരത്തിലെ ഒരു വിശിഷ്ട ഗ്രന്ഥമാണ് ലോട്ടസ് സൂത്ര അല്ലെങ്കിൽ പത്മസൂത്ര എന്ന് പറയും. അതിൻ്റെ ബേസിൽ ജപ്പാനിൽ ജീവിച്ചിരുന്ന ഒരു ഡോക്ടർ മിഖാവോ ഉസുയിയാണ് ഇതിനെ കൊണ്ടുവന്നത്. അതിനെ വീണ്ടെടുത്തതെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇത് പണ്ട് മുതലേ ഉള്ള ഊർജ്ജം നൽകി ചികിത്സിക്കുന്ന എല്ലാത്തിനെയും റേക്കി എന്നാണ് പറയുന്നത്. അതിനെ ഒരു രീതിശാസ്ത്രമായിട്ട് വികസിപ്പിച്ചെടുത്തത് ഡോക്ടർ മിഖാവോ ഉസുയിയാണെന്ന് പറയാം. സർ, റേക്കി ചികിത്സ എങ്ങനെയാണ് ചികിത്സിക്കേണ്ടത്? ശരിക്കും ഞാൻ പറഞ്ഞു, നമുക്ക് ഒരു ഊർജ്ജ ശരീരമുണ്ട്. ആ ഊർജ്ജ ശരീരത്തിന് ചില ഊർജ്ജത്തിൻ്റെ ചില സെൻറ്റേഴ്സ്, ചില എനർജി സെൻറ്റേഴ്സ് ഉണ്ട്. അതിനെ നമ്മൾ യോഗശാസ്ത്രത്തിൽ ചക്രകൾ എന്ന് പറയും. ഇപ്പോൾ സഹസ്രാര ചക്ര, ആജ്ഞാചക്ര, വിശുദ്ധി, ഹാർട്ട്, സോളാർ, നേവൽ 6 അങ്ങനെ ചക്രകളുണ്ട്. ഈ ചക്രകളുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഒരു വ്യക്തിയുടെ കഴിവുകളായിക്കോട്ടെ, ആരോഗ്യമായിക്കോട്ടെ, ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളും ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ആ ചക്രകളിലേക്ക് ഊർജം കൊടുത്തുകൊണ്ടാണ് ആ വ്യക്തിയെ നമ്മൾ ഉയർത്തിക്കൊണ്ടുവരിക. നമ്മുടെ 7 പ്രധാനപ്പെട്ട ചക്രകളും ആവറേജ് വലിപ്പത്തിലും ഊർജത്തിലുമാണെങ്കിൽ അതിനർത്ഥം ആ വ്യക്തിക്ക് ജീവിതത്തിൽ ഒന്നിനും കുറവില്ലാത്ത അവസ്ഥ എന്നാണ് ഫലം. അപ്പോൾ ഒരു ചികിത്സ സ്വീകരിക്കാൻ വരുന്ന വ്യക്തിയെ കൈവെള്ള തുറന്നു വെച്ച് വളരെ റിസപ്റ്റീവായിട്ട് ഇരുത്തിയ ശേഷം ഈ എനർജി സെൻറ്റേഴ്സിൻ്റെ ഭാഗത്ത് നമ്മൾ എനർജി കൊടുത്തുകൊണ്ടാണ് ഒരു റേക്കി ചികിത്സ ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെ തരം അസുഖങ്ങൾ ഉള്ളവർക്കായിരിക്കും നമുക്ക് ഈ റേക്കി ചികിത്സ കൊണ്ട് പ്രയോജനം ഉണ്ടാവുക? പൊതുവേ റേക്കി ചികിത്സ ചോദിച്ചു വരുന്നവർക്ക് മാത്രമാണ് ഞാൻ ചെയ്യാറുള്ളത്. പിന്നെ ചില കേസുകൾ, ഇപ്പോൾ MRI ഉൾപ്പെടെയുള്ള പരിശോധനകളൊക്കെ ചെയ്തിട്ടും പ്രത്യേകിച്ച് ഒരു പ്രോപ്പർ ഡയഗ്നോസിൽ എത്താൻ കഴിയാത്തത്, എന്നാൽ പേഷ്യൻ്റ് ഒത്തിരി സഫർ ചെയ്തുകൊണ്ടിരിക്കുന്ന പേഷ്യൻസ്, അവർക്ക് നമുക്ക് കണ്ടെത്താനാകാത്ത ഒരു എനർജി ലെവലിലുള്ള ചില പ്രോബ്ലം ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ചികിത്സ കൂടി കോംപ്ലിമെൻ്ററി ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ വളരെ എഫക്റ്റീവായിട്ട് അവരെ നമുക്ക് രോഗവിമുക്തിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു വെസ്റ്റേൺ സൈക്കോളജിയുടെ ഒരു രീതി അനുസരിച്ചിട്ട് ആവറേജ് ആണ് നോർമൽ. പക്ഷേ ഓറിയൻ്റൽ സൈക്കോളജി അനുസരിച്ച് ബുദ്ധനെ പോലെ ഒരു അൾട്ടിമേറ്റ് പൊസിഷനിലെത്തിയ ഒരാളാണ് ശരിക്കും നോർമൽ. അപ്പോൾ നമ്മളെല്ലാവരും അബ്നോർമലാണ്. നമുക്ക് ഇന്നത്തേക്കാൾ കുറച്ചുകൂടി മെച്ചപ്പെടേണ്ടതുണ്ട്. ശരിക്കും പറഞ്ഞാൽ റേക്കി മറ്റൊരാൾക്ക് ചെയ്യുമ്പോൾ അതൊരു ചികിത്സാ രീതിയും സ്വയം ചെയ്യുമ്പോൾ ഒരു ആധ്യാത്മിക പരിശീലനവും അല്ലെങ്കിൽ ആധ്യാത്മിക സാധനയുമാണെന്ന് പറയാം. അപ്പോൾ ഇത് ഞാൻ എന്നും എന്നെ ഹീൽ ചെയ്യുന്നൊരു വ്യക്തിയാണ്. കാരണം എനിക്ക് ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് ആവശ്യമുള്ള ഒരു വ്യക്തിയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ഇത് ചെയ്യുന്നത് വഴി നമ്മുടെ ചക്രകൾ വലുതാകുകയും നമ്മുടെ ഊർജ്ജത്തെ എടുത്തുപയോഗിക്കാനുള്ള ശേഷി വലുതാവുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മുടെ സാധ്യതകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ നമ്മൾ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് നല്ല കായിക ശേഷി ഉണ്ടാവും. അപ്പോൾ ശരിക്ക് ആധ്യാത്മിക സാധന ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഊർജത്തെ എടുത്തുപയോഗിക്കാനുള്ള ശേഷി കൂടുന്നതനുസരിച്ച് അവരുടെ സങ്കല്പശക്തിയും എല്ലാ തരത്തിലുള്ള വൈഭവങ്ങളും വർദ്ധിച്ചുകൊണ്ടിരിക്കും. അതിനെ ഹെൽപ്പ് ചെയ്യുന്നൊരു സാധനാ രീതി കൂടിയാണ് റേക്കി. അപ്പോൾ ഇത് ഒരു രോഗമില്ലാത്തവർക്ക് പോലും കുറച്ചുകൂടി അവരെ മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു ചികിത്സയാണ്. സർ, യൂണിവേഴ്സൽ എനർജി കൊണ്ടാണ് റേക്കി ചികിത്സിക്കുന്നതെന്ന് പറയപ്പെടുന്നു. അപ്പോൾ അതെന്തായിരിക്കും?
ശരിക്കും റെയ്ക്കി എന്ന വേർഡിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഉം. റെയ് എന്നും കി എന്നും. ഉം. ഈ റെയ് എന്ന വാക്കിന്റെ അർത്ഥം പ്രാപഞ്ചിക ശക്തി എന്നോ കോസ്മിക് എനർജി എന്നോ ദൈവിക ശക്തി എന്നൊക്കെ പറയുന്ന അതിന് ജാപ്പനീസ് പറയുന്ന വേർഡാണ്. ഉം. കി എന്ന് പറയുന്നത് അതിന്റെ തന്നെ ഒരു ഡിവൈൻ സ്പാർക്ക്, ഉം. നമ്മുടെ ഉള്ളിലുള്ള ഒരു ജീവശക്തി. ഉം. ഇത് തമ്മിൽ എപ്പോഴും കണക്റ്റഡ് ആണ്. ഉം. പക്ഷേ ഈ കണക്ഷൻ വീക്ക് ആകുമ്പോഴാണ് ശരിക്ക് നമുക്ക് കുറച്ച് പോരായ്മകൾ വരിക. ഉം. ഇപ്പോൾ ഒരു വൈദ്യുതോപകരണം ഉം. പ്രോപ്പറായിട്ട് കണക്റ്റഡ് അല്ലെങ്കിൽ, അത് ലൂസ് കോണ്ടാക്ട് ആണെങ്കിൽ പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യില്ല, അല്ലെങ്കിൽ വോൾട്ടേജ് കുറവാണെങ്കിൽ നന്നായിട്ട് വർക്ക് ചെയ്യില്ല. ഉം. അപ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിലോ ആരോഗ്യ കാര്യത്തിലോ അല്ലെങ്കിൽ മാനസിക ആരോഗ്യത്തിൻ്റെ അവസ്ഥയിലോ എന്തെങ്കിലും പോരായ്മകൾ കാണുന്നുണ്ടെങ്കിൽ ആ കണക്ഷൻ സ്ട്രെങ്തൻ ചെയ്തുകൊണ്ട് ആ വ്യക്തിയെ കുറച്ചുകൂടി മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്ന ഒരു രീതിയാണെന്ന് പറയാം. ഉം. അപ്പോൾ അതിന് ഇപ്പോൾ മീൻ വെള്ളത്തെ അന്വേഷിക്കുന്ന പോലെ ഉം. നമ്മളെല്ലാവരും അറിഞ്ഞോ അറിയാതെയോ ഒരു അന്വേഷണത്തിലാണ്. ഉം. വെള്ളത്തെ നിഷേധിച്ചുകൊണ്ടും വെള്ളം ഒരു സങ്കല്പമാണെന്ന് വിചാരിച്ചുകൊണ്ടും ഒരു മീനിന് വെള്ളത്തിൽ ജീവിക്കാൻ പറ്റും. ഉം. അപ്പോൾ അങ്ങനെ ഒരു ശക്തി ഉണ്ട് എന്നുള്ളതാണ് അനുഭവിച്ച് മാത്രം അറിയാൻ കഴിയുന്ന ഒരു കാര്യം. ഉം. അപ്പോൾ ആ ശക്തി ഉപയോഗിച്ചുകൊണ്ടാണ് റെയ്ക്കി ചികിത്സ ചെയ്യുന്നത്. ഉം. പിന്നെ അതിൽ രണ്ടഭിപ്രായം ഉണ്ടാകും. പക്ഷേ ലോകം കണ്ട ഏറ്റവും വലിയ യുക്തിവാദിയാണ് ബുദ്ധൻ. ഉം. ബുദ്ധ സംസ്കാരത്തിന്റെ ഒരു ചികിത്സാ രീതിയാണ് റെയ്ക്കി ചികിത്സ. ഈ ഒരു ചികിത്സാ രീതിക്ക് സ്പർശനം ആവശ്യമാണോ? സ്പർശിച്ചുകൊണ്ടും സ്പർശിക്കാതെ നമുക്ക് ചെയ്യാനാവും. ശരിക്കും ഞാൻ പറഞ്ഞു, ഊർജ്ജ ശരീരത്തെയാണ് നമ്മൾ ചികിത്സിക്കുന്നത്. അപ്പോൾ ആ ചക്രകളുടെ ഏരിയയിലേക്ക് നമ്മൾ മൃദുവായി സ്പർശിച്ചുകൊണ്ടോ വേണമെങ്കിൽ സ്പർശനമില്ലാതെയും, ഇനി ഡിസ്റ്റൻ്റ് ആയിട്ടാണ് ചികിത്സിക്കുന്നതെങ്കിൽ നമുക്ക് ആ സ്പർശനത്തിൻ്റെ ആവശ്യം പോലും ഇല്ലാതെ നമുക്ക് ഇതിനെ റിസൾട്ട് കൊടുക്കാൻ പറ്റും. ഇപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്കാർ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് സ്ട്രെസ്സും ഡിപ്രഷനും, പല കാരണങ്ങൾ കൊണ്ടും. അപ്പൊ ഈ ഒരു ചികിത്സാ രീതി എങ്ങനെയായിരിക്കും സ്ട്രെസ്സിനെയും ഡിപ്രഷനെയും മാറാനായിട്ട് നമ്മളെ ഹെൽപ്ഫുൾ ആവുന്നത്? ഓക്കെ, ഞാൻ പറഞ്ഞു ഈ ചികിത്സാ രീതി മെയിനായിട്ട് നമ്മുടെ ചക്രകളെ ബേസ് ചെയ്തിട്ടാണ്. ഇപ്പോൾ ഒരു സൈക്കോളജിസ്റ്റ് ഒരു മാനസിക പ്രശ്നമുള്ള ഒരാളെ കൈകാര്യം ചെയ്യുന്നത് ആളിൻ്റെ ബിഹേവിയറെ നോക്കിയിട്ട് ആ ബിഹേവിയറിന് കാരണമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളെ പരിഗണിച്ചുകൊണ്ടാണ്. പക്ഷേ ഇത്തരം ചികിത്സയിൽ ശരിക്കും ആ പ്രത്യേക സ്ട്രെസ്സോ ഒരു പ്രത്യേക തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾ കാണിക്കുന്നതിന് കാരണമായിട്ടുള്ള ആ കറസ്പോണ്ടിങ് ചക്രയിലുള്ള പ്രശ്നത്തെ പരിഹരിച്ചുകൊണ്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് നമ്മുടെ ഈ സോളാർ ചക്ര, ആ ഭാഗത്ത് അത് ഡിസീസ്ഡാണെങ്കിൽ നമ്മൾ ഒത്തിരി നെഗറ്റീവ് ഇമോഷൻസ് അനുഭവിക്കും. പക്ഷേ അതിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള അവസ്ഥയിൽ ഹാപ്പിനെസ് ആണ് അവിടുത്തെ ഫലം. ഇപ്പോൾ ഒരാൾ സൂയിസൈഡൽ ടെൻഡൻസി കാണിക്കുന്നു, അപ്പോൾ അവിടെ നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത് അതിൻ്റെ ഒരു കറസ്പോണ്ടിങ് ചക്രമുണ്ട്. അവിടുത്തെ എനർജി തീരെ കുറവായിരിക്കും. അതിനെ എനർജൈസ് ചെയ്തുകൊണ്ട് നമുക്ക് ആ ടെൻഡൻസിയെ മാറ്റിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ചിലരുടെ ലൈഫിൽ ഒരു മിസ്സിങ് തിങ്സ് ബിറ്റ്വീൻ കപ്പ് ആൻഡ് ലിപ്പ് എന്ന് പറയും. നമുക്ക് കിട്ടിയെന്ന് ഉറപ്പായ സാധനം അവസാന നിമിഷം നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥ. നമ്മളതിൻ്റെ റീസൺസ് ഒക്കെ ഒരു പക്ഷേ പുറത്തായിട്ടും തിരയുക. പക്ഷേ നമുക്ക് അതിനും കറസ്പോണ്ടിങ് ഒരു ചക്രയിലൂടെ അതിനെ കറക്റ്റ് ചെയ്യുന്നത് വഴി ഇത്തരം കാര്യങ്ങൾ പോലും ലൈഫിൽ കറക്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ എനിക്ക് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇത്തരം കാര്യങ്ങൾ റിവീൽ ചെയ്യുന്ന ഒരു പരിമിതിയുണ്ട്. കാരണം അങ്ങനെ പറയാൻ പാടില്ല എന്നുള്ളതാണ് നമുക്ക് ഒരു ഈ ചികിത്സാ രീതിയുടെ ഒരു രീതി. അപ്പം അത് പഠിക്കുന്നവർക്ക് മാത്രമേ അതിനെപ്പറ്റി ആഴത്തിൽ പഠിക്കാൻ പറ്റൂ. ഈ ഒരു ചികിത്സാ രീതിക്ക് ഒരു ഇത്ര സമയം എന്നുള്ളൊരു ദൈർഘ്യം ഉണ്ടായിരിക്കുമല്ലോ, അപ്പം അത് എത്ര സമയം? അങ്ങനെ മെയിനായിട്ട് നമ്മൾ 7 പ്രധാനപ്പെട്ട ചക്രകൾ ഉൾപ്പെടെ ഒരു 8 or 10 പൊസിഷനിലാണ് ഇത് ചെയ്യുക. ഒരു ചക്രയിൽ ഒരു 3 മിനിറ്റ് വെച്ച് ചെയ്യാം. ഒരു അരമണിക്കൂർ കൊണ്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു ഫുൾ റേക്കി എന്ന് പറയുമ്പോൾ ഒരു 24 പൊസിഷനിൽ 3 മിനിറ്റ്സ് വീതം ചെയ്ത് കഴിഞ്ഞാൽ ഒരു കംപ്ലീറ്റ് റേക്കി ആയി. അപ്പം അത്രയും സമയമെടുത്ത് ഒരു വ്യക്തിയെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സാവകാശം നമുക്ക് പലപ്പോഴും കിട്ടാറില്ല. അതുകൊണ്ട് നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിലാണ് ഇവിടെ ചെയ്യുന്നത്. പക്ഷേ സെൽഫ് ഹീലിംഗ് ചെയ്യുമ്പോൾ അവധി ദിവസങ്ങളെല്ലാം ഞാനത് സ്വയം ചെയ്യാറുണ്ട്. റേക്കി ചികിത്സ ആർക്കൊക്കെ സ്വീകരിക്കാൻ കഴിയും? ഒരു ബൈബിളിൽ ഇങ്ങനെ പറയും, ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്ത് പ്രയോജനമാണ്. അപ്പോൾ നമ്മളൊക്കെ എന്തിൻ്റെയൊക്കെ പിന്നാലെ പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷേ നമ്മൾക്ക് ഇത് നഷ്ടപ്പെട്ടോ ഇല്ലയെന്ന് എങ്ങനെ അറിയാൻ പറ്റും? രാവിലെ എഴുന്നേറ്റത് മുതൽ അന്ന് ഉറങ്ങുന്നത് വരെ നമ്മൾ മനസ്സിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഫീലിംഗ് കൂടുതലും എന്താണ്? നമ്മൾ ആനന്ദത്തിലാണോ, ജ്ഞാനത്തിൻ്റെ അവസ്ഥയാണോ, ശാന്തതയുടെ അവസ്ഥയാണോ, സ്നേഹത്തിൻ്റെ അവസ്ഥയാണോ, സന്തോഷത്തിൻ്റെ അവസ്ഥയാണോ, പരിശുദ്ധമായൊരവസ്ഥയാണോ, അല്ലെങ്കിൽ ശക്തിശാലിയായ ഒരവസ്ഥയിലാണ്? ഞാൻ ആത്മാവിൻ്റെ 7 ഗുണങ്ങളാണ് പറഞ്ഞത്. ഈ അവസ്ഥയിലാണ് നമ്മൾ കൂടുതലും ജീവിച്ചു പോകുന്നതെങ്കിൽ നമുക്ക് നമ്മെ നഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ നമ്മൾ എന്തിൻ്റെയൊക്കെ പിന്നാലെ പരക്കം പായുന്നതിനിടയിൽ എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ മറന്നിട്ട്, ഇത് എന്തിനു വേണ്ടിയാണ് എന്നൊക്കെ മറന്നിട്ട് നമ്മൾ നമ്മളെ നഷ്ടപ്പെടുത്തും.
അങ്ങനെ നഷ്ടപ്പെട്ടു പോയവർക്ക് സ്വയത്തെ വീണ്ടെടുക്കാൻ ഇത് വളരെ എഫക്റ്റീവായിരിക്കും. ഇത് ഒരു റിസപ്റ്റിവിറ്റി ഉള്ള, എൻ്റെ ലോജിക്കിന്, എൻ്റെ ബുദ്ധിക്ക് മനസ്സിലാക്കാത്ത കാര്യങ്ങളും ഈ പ്രപഞ്ചത്തിലുണ്ടാകാം ഉം. എന്ന പ്രതീക്ഷയോടുകൂടി ഒരു ഓപ്പണായിട്ട് ഇരിക്കാൻ കഴിയുന്നവർക്കെല്ലാം ഈ ചികിത്സ എന്താണെന്ന് പരിശോധിച്ചറിയാൻ പറ്റും. ഇപ്പോൾ ഇലക്ട്രിസിറ്റി എന്താണെന്ന് ഇന്ന് വരെ കണ്ടിട്ട് പഠിച്ചിട്ടോ ഇല്ലാത്ത ഒരാൾക്ക് അതെങ്ങനെ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും? ഒന്നുകിൽ ഷോക്ക് അടുപ്പിച്ച് കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ലൈറ്റ് കത്തിച്ച് കാണിച്ചു കൊടുക്കാൻ പറ്റും. അത് കണക്ക് ഒന്നുകിൽ ഇതിനെ പഠിക്കുക, അല്ലെങ്കിൽ ഒരു ഹീലിംഗ് അറ്റൻഡ് ചെയ്യുക. അപ്പം മനസ്സിലാവും ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. അതിനപ്പുറം അതിനെ ലോജിക്കലി പറഞ്ഞ് മനസ്സിലാക്കി തരാൻ എനിക്ക് കഴിയും. സർ, ഗർഭിണികളിലും അതുപോലെ കുഞ്ഞുങ്ങളിലും റേക്കി ചികിത്സ നമുക്ക് പ്രയോഗിക്കാനായിട്ട് സാധിക്കും? ഉറപ്പായിട്ടും പറ്റും. ചില ചികിത്സാ രീതികളിൽ, ഇപ്പോൾ പ്രാണി ഹീലിങ്ങിലൊക്കെ വളരെ എഫക്റ്റീവ് ട്രീറ്റ്മെൻ്റ് ആണ്. പക്ഷേ അത് ഈ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസിന് ലോവർ ചക്രകളിലേക്ക് എനർജി ഡയറക്റ്റ് കൊടുക്കാൻ പാടില്ല എന്നുണ്ട്. അത് കണക്ക് ഒരു 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ആ ചക്രകൾക്ക് താങ്ങാൻ പറ്റാത്ത എനർജി കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ വളരെ പരിമിതികളുണ്ട്. പക്ഷേ റേക്കി വളരെ സൂത്തിങ് എഫക്റ്റാണ്, വളരെ സേഫാണ്, 100% സുരക്ഷിതമാണ്. അപ്പോൾ ഏത് പ്രായക്കാർക്കും ഏത് അവസ്ഥയിലും നമുക്ക് റേക്കി കൊടുക്കാൻ പറ്റും. ഈ ഒരു ചികിത്സാ രീതി നമുക്ക് മറ്റുള്ള ചികിത്സാ രീതികളുടെ ഒപ്പം തന്നെ സ്വീകരിക്കാനായിട്ട് സാധിക്കും? ഉറപ്പായിട്ടും. ഇത് നമ്മൾ ഒരു ചികിത്സയും സ്റ്റോപ്പ് ചെയ്യാൻ പറയാറില്ല. കാരണം ഒരു ചികിത്സ ഇവിടെ നിലവിലുണ്ടെങ്കിൽ അതിനർത്ഥം അതിനിവിടെ ഒരു സ്പേസ് ഉണ്ടെന്നാണ്. അപ്പോൾ എല്ലാത്തിനും അതിൻ്റേതായിട്ടൊരു കോൺട്രിബ്യൂഷൻ ചെയ്യാൻ പറ്റും. മറ്റ് ചികിത്സകളൊന്നും നിർത്താതെ തന്നെ കോംപ്ലിമെൻ്ററി ആയിട്ട് അതിനെ കുറച്ചുകൂടി എഫക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. ഏതൊരു ചികിത്സയും നേരിട്ടോ അല്ലാതെയോ ജീവശക്തിയെ ഉത്തേജിപ്പിച്ചുകൊണ്ടാണ് ചികിത്സിക്കുന്നത്. അപ്പോൾ അതിനെ കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആക്കാൻ, ഡയറക്റ്റായിട്ട് ജീവശക്തിയെ ഉത്തേജിപ്പിച്ചുകൊണ്ട് ആ രോഗശമനം വേഗത്തിലാക്കാൻ റേക്കി ഹെൽപ്പ് ചെയ്യും. റേക്കി പ്രാക്ടീഷണർ ആകാൻ വേണ്ടി എന്തൊക്കെ യോഗ്യതകളായിരിക്കാം ഉണ്ടാവേണ്ടത്? ഏതൊരു പ്രൊഫഷനും അതിൻ്റെ ഒരു എഫിഷ്യൻസി നിശ്ചയിക്കുന്ന ഒരു പ്രധാന ഘടകം എൻ്റെ ഇൻറ്റഗ്രിറ്റിയാണ്, ആ വ്യക്തിത്വത്തിൻ്റെ ഇൻറ്റഗ്രിറ്റിയാണ്. ഒരു റേക്കി ചാനലായി മാറാൻ, റേക്കി ഹീലർ ഒരിക്കലും സ്വന്തം ശക്തി ഉപയോഗിച്ചുകൊണ്ടല്ല, ജസ്റ്റ് ഇൻവോക്ക് ചെയ്ത് കണക്ട് ചെയ്തുകൊണ്ട് ഒരു എനർജിയെ പാസ് ചെയ്യും. അപ്പോൾ ആ ഒരു ചാനലാവാൻ വേണ്ടിയിട്ട് കുറച്ച് നിയമങ്ങൾ പാലിക്കണം എന്ന് പറയും. ഒന്നാമത്തത്, ദേഷ്യപ്പെടാൻ പാടില്ല, ടെൻഷൻ ആവാൻ പാടില്ല, പിന്നെ എല്ലാവരും ഒരു ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ മനോഭാവം ഉണ്ടാകണം, സത്യസന്ധത പാലിക്കണം. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ലൈഫിൽ പാലിക്കുന്നത് കുറച്ചൊരു നല്ലൊരു ഹീലറാവാൻ ഹെൽപ്പ് ചെയ്യും. ഒരു ശാന്തമായ സന്തോഷത്തോടു കൂടി വളരെ പോസിറ്റീവായിട്ടുള്ള മനോഭാവമുള്ള ആർക്കും റേക്കി പരിശീലിക്കാം. ഇത് നമ്മൾ ഒരു ഇൻഫർമേഷൻസ് പഠിച്ചുകൊണ്ടല്ല ഒരു ഹീലർ ആകുന്നത്, ശരിക്കും അറ്റ്യൂൺമെൻറ്റ് വഴിയാണ്. അറ്റ്യൂൺമെൻറ്റ് എന്ന് പറയുമ്പോൾ റേക്കിക്ക് ഒരു ലീനിയേജ് ഉണ്ട്. അതായത് നേരത്തെ പറഞ്ഞ ഡോക്ടർ മിഖാവോ ഉസുയിൽ തുടങ്ങിയിട്ട് ശിഷ്യ പരമ്പരകളിലൂടെ കൈമാറി വന്ന, നേരിട്ട് ദീക്ഷ വന്ന ഒരു വ്യക്തിയിൽ നിന്ന് ദീക്ഷ സ്വീകരിക്കുന്നതിലൂടെയാണ് ഒരാൾ ഒരു റേക്കി ഹീലറായി മാറുന്നത്. അങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി. ആർക്കും അതിനെ സ്വീകരിക്കാനുള്ള മനസ്സുള്ള ആർക്കും ഇതിനെ ഒരു റേക്കി ഹീലറായി മാറും. ഈ ഒരു റേക്കി ചികിത്സയിൽ എത്ര ലെവലുകളുണ്ട്? മൊത്തം 4 ലെവലാണ്. ആദ്യത്തെ ഒരു ലെവൽ സ്വീകരിക്കുന്നതോടുകൂടി നമ്മളൊരു ഫസ്റ്റ് ലെവൽ റേക്കി ഹീലറായി. എന്നിട്ട് 21 ദിവസം സെൽഫ് ഹീലിംഗ് വഴി സ്വയം ശക്തിപ്പെട്ടുകൊണ്ട് രണ്ടാമത്തെ ലെവൽ സ്വീകരിക്കുന്നതിനുള്ള യോഗ്യത സമ്പാദിക്കും. പിന്നീട് 3ഉം 4ഉം ഘട്ട ലെവലുകളുണ്ട്. അപ്പോൾ ഓരോ ഘട്ട ലെവൽ കഴിയുമ്പോഴും നമുക്ക് കൂടുതൽ അളവിലുള്ള ഊർജത്തെ എടുത്തുപയോഗിക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് ആ വ്യക്തിക്ക് മാറാൻ പറ്റും. ചില സിംബൽസ്, ചില പ്രത്യേകതരം മെഡിറ്റേഷൻസ് ഒക്കെ ഓരോ ലെവലിലും നമുക്ക് ലഭിക്കും. അതുപയോഗിച്ചുകൊണ്ട് നമുക്ക് കൂടുതൽ ഇതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങാൻ സാധിക്കും. നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഇത് റേക്കി ചികിത്സ എങ്ങനെയായിരിക്കും സ്വയം നമുക്ക് പ്രയോഗിക്കാനായിട്ട് സാധിക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എന്നും എന്നെ ഹീൽ ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു സെൽഫ് ഹീലിംഗ് എടുക്കുന്ന ഒരാളാണ്. കാരണം ഒരാളെ ചികിത്സിക്കുന്നതോ അല്ലെങ്കിൽ ഒരാൾക്ക് മരുന്നില്ലാതെ ഒരു പെട്ടെന്ന് രോഗം മാറ്റിയിട്ട് അവർ അത്ഭുതപ്പെടുന്നത് കണ്ടിട്ട് സന്തോഷിക്കുന്നതോ ഒന്നുമല്ല ലൈഫിൽ വലിയ കാര്യം എന്നെനിക്ക് തിരിച്ചറിവുണ്ട്. മറിച്ച് നമുക്കെല്ലാവർക്കും നമ്മുടെ സമ്പൂർണ്ണതയിലേക്ക് വളരാനുള്ള ഒരു ലക്ഷ്യം കൂടി ജീവിതത്തിലുണ്ട്. അതാണ് നമ്മൾ മറന്നു പോകാൻ പാടില്ലാത്ത ഒന്ന്. ഇപ്പം നേരത്തെ പറഞ്ഞു, റേക്കി ഹീലിംഗ് എന്നത് ഒരു മറ്റുള്ളവർക്ക് ചെയ്യുമ്പോൾ ഒരു ചികിത്സയും ഒപ്പം ഒരു ആധ്യാത്മിക സാധനയുമാണ്. ഇപ്പോൾ നമ്മളൊരു മന്ത്ര സാധന ചെയ്യുകയാണെങ്കിൽ ഒരു 1000-10,000 ആവർത്തി ഒരു മന്ത്രം ഉപയോഗിച്ച് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു ഫീൽ
അത് നമുക്ക് റെയ്ക്കി ഹീലിംഗ് സ്വീകരിക്കുന്നത് വഴി വളരെ വേഗത്തിൽ ആ ഒരു അവസ്ഥയിലേക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും. അത് അനുഭവത്തിലൂടെ പറയാൻ പറ്റും. അപ്പോൾ സ്വയം ചികിത്സിച്ചുകൊണ്ട് നമുക്ക് ഉം. കുറച്ചുകൂടി ഉയർന്നൊരവസ്ഥയിലേക്ക് ഫിസിക്കലി, മെൻ്റലി, ഇമോഷണലി, സ്പിരിച്വലി, അങ്ങനെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഏരിയയിലും നമുക്ക് കുറച്ചുകൂടി ഒന്ന് വളരാനാകും. ഉം. അതായത് ആരോഗ്യമെന്ന് പറയുന്നത് ഒരു സമ്പൂർണ്ണമായൊരു ഇതൾ വിരിയലാണെന്ന് പറയും. അതൊരു പൂവ് പാതി വിടർന്ന പോലെ ജീവിച്ച് മരിക്കാനല്ല നമ്മളെല്ലാം ഇവിടേക്ക് വന്നിരിക്കുന്നത്. നമ്മുടെ സാധ്യതയുടെ പരമാവധിയിലേക്ക് അതെ. മാറാൻ വേണ്ടിയിട്ട്, വളരാൻ വേണ്ടിയിട്ട് നമ്മളൊരു ശ്രമം നടത്തേണ്ടതുണ്ട്. അതിന് വളരെ എഫക്റ്റീവായിട്ടൊരു സാധന വഴി കൂടിയാണ് റെയ്ക്കി ഹീലിംഗ്. അത് സെൽഫ് ഹീലിംഗ് പഠിച്ച ഒരാൾക്ക് സെൽഫ് ഹീലിംഗ് വഴിയും അല്ലാത്തവർക്ക് ഹീലിംഗ് സ്വീകരിച്ചുകൊണ്ടും തൻ്റെ ആത്മീയ പുരോഗതി വേഗത്തിലാക്കാൻ ഇതിലൂടെ സാധിക്കും. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് എന്തായാലും ഇന്ന് ഡിസ്കസ് ചെയ്തത്. നമ്മുടെ പ്രേക്ഷകർക്ക് എന്തായാലും ഡിഫറെൻ്റ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്കും കൂടെ കിട്ടി. നമുക്ക് അടുത്തൊരു ടോപ്പിക്കുമായിട്ട് മറ്റൊരു അതിഥിയോടൊപ്പം എത്താം. താങ്ക് യു ഡോക്ടർ. താങ്ക് യു.